ബോൺസ് ഇഷ്യൂ, സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്നിവയൊക്കെ ലിസ്റ്റഡ് കമ്പനികളിൽ നിന്നും നിക്ഷേപകരെ തേടിയെത്തുന്ന ചില പാരിതോഷികങ്ങളാണ്. ഈ രണ്ട് കോർപ്പറേറ്റ് നടപടികളും ഒരു ഓഹരിയിൽ വരുത്തുന്ന മാറ്റങ്ങളുടെ പ്രതിഫലനം ഏറെക്കുറെ സമാനമാണെന്നും ശ്രദ്ധേയം. ഇതിൽ ഓഹരിയുടെ ഫേസ് വാല്യൂ അഥവാ മുഖ്യവില നിർദ്ദിഷ്ടാനുപാതത്തിൽ താഴ്ത്തുന്ന വഴിയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് അഥവാ ഓഹരി വിഭജനം നടപ്പാക്കുന്നത്. അതേസമയം നിക്ഷേപകർക്ക് നിശ്ചിതാനുപാതത്തിൽ അധിക ഓഹരികൾ സൗജന്യമായി കൈമാറുന്ന കോർപ്പറേറ്റ് നടപടിയാണ് ബോൺസ് ഇഷ്യൂ. എന്തായാലും അർഹരായ നിക്ഷേപകരെ സംബന്ധിച്ച് കൈവശമുള്ള ഇത്തരം ഓഹരികളുടെ എണ്ണം ഒറ്റയടിക്ക് വർദ്ധിക്കുന്നതായിരിക്കും. ഈ ഒരു പശ്ചാത്തലത്തിൽ ഡിസംബറിലെ 4-ാം വ്യാപാരാഴ്ചയിൽ സ്മോൾ ക്യാപ് ഭാഗത്തിൽ നിന്നുള്ള 4 ലിസ്റ്റഡ് കമ്പനികളാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ്, ബോൺസ് ഇഷ്യൂ തുടങ്ങിയ കോർപ്പറേറ്റ് നടപടികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നോക്കാം. ആദ്യം നോളജ് മറൈൻ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്ക്സ്. ഡ്രഡ്ജിംഗ് സേവനങ്ങളിൽ ശ്രദ്ധയൊന്നിരിക്കുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണ് നോളജ് മറൈൻ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്ക്സ് ലിമിറ്റഡ്. 2015 കമ്പനിയുടെ തുടക്കം. ഡ്രഡ്ജിങ്ങിന് പുറമെ തുറമുഖത്തെ അനുബന്ധ പ്രവർത്തനങ്ങൾക്കുള്ള ചെറുകപ്പലുകളുടെ നിർമ്മാണത്തിലും ഓപ്പറേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സേവനങ്ങളും നോളജ് മറൈൻ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്ക്സ് വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യക്ക് പുറമെ മ്യാൻമാർ, ബഹ്റൈൻ എന്നിവിടങ്ങളിലും കമ്പനിക്ക് ബിസിനസ് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതേസമയം ഈ വ്യാപാരാഴ്ചയിൽ 10:5 അനുപാതത്തിൽ ഓഹരി വിഭജനം നടപ്പാക്കുമെന്നാണ് കമ്പനി നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള അഥവാ മുഖ്യവിലയുള്ള ഒരു നോളജ് മറൈൻ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്ക്സ് ഓഹരി 5 രൂപ ഫേസ് വാല്യൂ ഉള്ള 2 ഓഹരികളെ വിഭജിക്കപ്പെടുമെന്ന് സാരം. ഇതിന്റെ ഭാഗമായുള്ള എക്സ്പെക്ട് തീയതിയും റെക്കോർഡ് തീയതിയും 2025 ഡിസംബർ 22 തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച 3266 രൂപയിലായിരുന്നു നോളജ് മറൈൻ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്ക്സ് ഓഹരിയുടെ ക്ലോസിംഗ്. ഈ വർഷം ഈ സ്മോൾ ക്യാപ് ഓഹരിൽ 50% വർധനയും കുറിച്ചിട്ടുണ്ട്. നുവാമ വെൽത്ത് മാനേജ്മെന്റ്. ധനകാര്യ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന മുൻനിര കമ്പനികളിലൊന്നാണ് നുവാമ വെൽത്ത് മാനേജ്മെന്റ് ലിമിറ്റഡ്. 1993 കമ്പനിയുടെ തുടക്കം. നേരത്തെ എഡൽവിസ് വെൽത്ത് മാനേജ്മെന്റ് എന്നായിരുന്നു ഈ കമ്പനി അറിയപ്പെട്ടിരുന്നത്. 2022 പകുതിയോടെയാണ് നുവാമ വെൽത്ത് മാനേജ്മെന്റ് എന്നതിലേക്കുള്ള റീബ്രാൻഡിംഗ് നടന്നത്. ഷെയർ ബ്രോക്കിംഗ് സേവനങ്ങളിൽ, ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി, മർച്ചന്റ് ബാങ്കിംഗ് സേവനങ്ങളിലുമാണ് കമ്പനിയുടെ പ്രവർത്തനം മുഖ്യമായും കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അതേസമയം ഈ വ്യാപാരാഴ്ചയിൽ 10:2 അനുപാതത്തിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുമെന്നാണ് കമ്പനി നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ 10 രൂപ മുഖ്യവിലയിലുള്ള ഒരു നുവാമ വെൽത്ത് മാനേജ്മെന്റ് ഓഹരി 2 രൂപ മുഖ്യവിലയുള്ള 5 ഓഹരികളെ സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്ന സാരം. ഇതിന്റെ ഭാഗമായുള്ള എക്സ്പെക്ട് തീയതിയും റെക്കോർഡ് തീയതിയും 2025 ഡിസംബർ 26 ആകുന്നു. കഴിഞ്ഞ ആഴ്ച 7,769 രൂപയിലായിരുന്നു നുവാമ വെൽത്ത് മാനേജ്മെന്റ് ഓഹരിയുടെ ക്ലോസിംഗ് കുറിച്ചത്. ഈ വർഷം ഈ ഫിനാൻഷ്യൽ സർവീസസ് ഓഹരിൽ കാര്യമായ മാറ്റമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. GRM ഓവർസീസ്. ബ്രാൻഡഡും അല്ലാത്തതുമായ ബസ്മതി അരിയുടെ സംസ്കരണം, വിപണനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള സ്മോൾ ക്യാപ് കമ്പനിയാണ് GRM ഓവർസീസ് ലിമിറ്റഡ്. 1995 കമ്പനിയുടെ തുടക്കം. വിദേശ വിപണിയിലേക്കും ബസ്മതി അരി കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതേസമയം ഈ വ്യാപാരാഴ്ചയിൽ ബോണസ് ഇഷ്യൂ ചെയ്യുമെന്ന് GRM ഓവർസീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2:1 അനുപാതത്തിലാവും ഓഹരി ഉടമകൾക്ക് ബോണസ് ഷെയർ കൈമാറുക. അതായത് നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ ഒരു GRM ഓവർസീസ് ഓഹരി കൈവശമുള്ളവർക്ക് അധികമായി 2 സൗജന്യ ഓഹരികൾ വീതം നേടാമെന്ന് സാരം. ഇതിന്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയുമായി 2025 ഡിസംബർ 24 നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് 2021 ജൂലൈയിലും 2:1 അനുപാതത്തിൽ ബോണസ് ഷെയർ വിതരണം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച 470 രൂപയിലായിരുന്നു GRM ഓവർസീസ് ഓഹരിയുടെ ക്ലോസിംഗ്. ഈ വർഷം ഈ FMCG ഓഹരിൽ 140% നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാംരത്ന വയേഴ്സ്. വൈൻഡിംഗ് വയറുകളും ഇനാമൽഡ് കോപ്പർ വയറുകളും നിർമ്മിക്കുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണ് രാംരത്ന വയേഴ്സ് ലിമിറ്റഡ്. ഈ വ്യാപാരാഴ്ചയിൽ ബോണസ് ഇഷ്യൂ ചെയ്യുമെന്ന് കമ്പനി നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. 1:1 അനുപാതത്തിലാകും ഓഹരി ഉടമകൾക്ക് ബോണസ് ഷെയർ കൈമാറുക. അതായത് നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ ഒരു രാംരത്ന വയേഴ്സ് ഓഹരി കൈവശമുള്ളവർക്ക് അധികമായി ഒരു സൗജന്യ ഓഹരി വീതം ലഭിക്കുമെന്ന് സാരം. ഇതിന്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയുമായി 2025 ഡിസംബർ 26 നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് 2022 സെപ്റ്റംബറിലും 1:1 അനുപാതത്തിൽ ബോണസ് ഷെയർ വിതരണം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച 613 രൂപയിലായിരുന്നു രാംരത്ന വയേഴ്സ് ഓഹരിയുടെ ക്ലോസിംഗ് കുറിച്ചത്. ഈ വർഷം ഈ ക്യാപിറ്റൽ ഗുഡ്സ് ഓയിൽ കാര്യമായ മുന്നേറ്റമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഡിസ്ക്ലെയിമർ. മേൽ സൂചിപ്പിച്ച ഓഹരികളെ സംബന്ധിച്ച് വെറും പഠനാവശ്യത്വം പങ്കുവച്ചാണ്. ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല. ഓഹരികളിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. ഓഹരികളിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കമ്പനികളെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തുകയോ അല്ലെങ്കിൽ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്താ വിശേഷങ്ങളും ഈ ടീമിലുള്ള ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വിഷയമായി വീണ്ടും കാണാം.